സോഷ്യൽ മീഡിയയ്ക്ക് ഇരട്ടപ്പൂട്ട്. രണ്ട് പൂട്ട് വീണിരിക്കുകയാണ് ഇപ്പോൾ. ഒന്നാമത്തെ പൂട്ട് നമ്മുടെ റവാദെ ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ വക ഒരു പൂട്ടാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഓഫീസർമാർ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധിച്ച് വേണം കയറാൻ, പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ജോലി പോകും, വളരെ സൂക്ഷിച്ച് വേണം ഇതിനകത്ത് കയറാനെന്നുള്ള സർക്കുലർ. ഒരുപക്ഷെ ആദ്യത്തെ സർക്കുലർ തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള തർക്കങ്ങൾ, പ്രത്യേകിച്ച് പോലീസ് DEP വച്ചതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് തർക്കങ്ങൾ നടക്കും. അപ്പോൾ അത് ഫോർവേഡ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻ്റ് അടിക്കുക, അതൊന്നും ശ്രദ്ധിക്കുക. ഇതിനകത്തൊരു പോലീസിനകത്തൊരു നല്ല തമാശയുണ്ട് കേട്ടോ, അതുകൂടി പറയാം. അതായത് നമ്മുടെ ഋഷിരാജ് സിംഗ് IPS അദ്ദേഹം സർവീസിലുള്ള കാര്യം ADGP ആയിരുന്നപ്പോൾ ഞാൻ തോന്നുന്നു അങ്കമാലിയിലോ ആലുവ ആ ഭാഗത്ത് വെച്ച് അദ്ദേഹത്തിന് ചെറിയ ഒരു നെഞ്ചുവേദന പോലെ വന്നു. അപ്പോൾ തന്നെ ഉടൻ തന്നെ അന്ന് അദ്ദേഹം അന്നും ഇന്നും അദ്ദേഹം വളരെയധികം ഫേമസ് ആണ് ഋഷിരാജ് സിംഗ്. ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വന്നു ഋഷിരാജ് സിംഗിന് നെഞ്ചുവേദന. കുറേ പേരങ്ങ് ലൈക്ക് അടിക്കുന്നു, കുറച്ച് പേര് ഷെയർ ചെയ്യുന്നു, കുറേ ലവ് സിമ്പിൾ ഇടുന്നു. ഒരാളുടെ നെഞ്ചുവേദനയാണ്, ആലോചിച്ചോണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വീണ്ടും ലൈക്കും ഷെയറുമാണ്. ആൻജിയോഗ്രാം ചെയ്യാൻ സാധ്യതയുണ്ട്, ലൈക്കും ഷെയറുമാണ്. എന്താണ്, ഒരു മനുഷ്യനെ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ, മിനി ഓപ്പറേഷൻ നടക്കുമ്പോൾ ലൈക്ക് ഷെയർ വേണം. ഇതാണ് സോഷ്യൽ മീഡിയ. ചത്തെന്ന് പറഞ്ഞാലും കമൻറ്റ്, ലൈക്ക്, ഷെയർ വേണ്ട ബഹളമാണ്. അപ്പോൾ എന്തായാലും DGP ആദ്യത്തെ കത്രിക പൂട്ടിട്ടു. വേറൊരു പൂട്ട് നമ്മളെ കുട്ടി സഹാക്കൾക്കെതിരെ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് കമ്പനി തന്നെ ഇട്ടു. അവർ പറഞ്ഞു 16 വയസ്സിൻ്റെ താഴെയുള്ള മക്കളൊന്നും ഇനി അങ്ങനെ യൂട്യൂബിൽ കയറി ലൈവ് ചെയ്യണ്ട. നേരത്തെ അത് 13 വയസ്സ് വരെ മുതൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ പറഞ്ഞു 16 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ 16 വയസ്സിന് താഴെയായിട്ടുള്ള മക്കൾ യൂട്യൂബിൽ കയറി എന്ത് ചെയ്യാൻ പാടില്ല, ലൈവ് സ്ട്രീം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ പാചകമോ പാട്ടോ കവിത ഡാൻസ് എന്തായാലും നിങ്ങളുടെ റീൽസ് ഒന്നും 16 വയസ്സിന് താഴെയാണെങ്കിൽ ഇടേണ്ട കാര്യമില്ല. ഈ ജൂലൈ മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്, 20-ാം തീയതി തൊട്ട് പ്രാബല്യത്തിൽ വരികയാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒന്നുകിൽ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ഒരു സാന്നിധ്യത്തിൽ മാത്രമേ നിങ്ങൾ റീൽസ് ചെയ്യാവൂ. കാരണം ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ഇല്ലാതാകുന്നുവെന്നും അങ്ങനെ ഒരുപാട് പുതിയ നിയമങ്ങൾ ഇത് കൊണ്ടുവന്നു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി ഇനിയിപ്പോൾ ഇതിനകത്ത് വയ്ക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് കൊടി വയ്ക്കുന്ന വീഡിയോസിന് എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റീച്ച് കുറയുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരാതികളൊക്കെ വന്നു. അത് കമ്മ്യൂണിസ്റ്റ് കൊടി വയ്ക്കാൻ പറ്റത്തില്ല. അത്തരത്തിൽ വലിയ കത്രിക പൂട്ടുകളാണ്. അപ്പോൾ ഒന്ന് DGP വക പൂട്ടുണ്ട്, അത് പോലീസുകാരന്മാർക്ക് മാത്രമേ ബാധകമാവുള്ളൂ. 16 വയസ്സിന് താഴെയുള്ളവർക്ക്, അത് കുട്ടികൾക്കെല്ലാം ബാധകമാണ്, ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും ബാധകമാണ്. കുട്ടികൾ ജാഗ്രത, 16 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ അത് കട്ട് ചെയ്യപ്പെടും. ആരെങ്കിലും പരാതിപ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ യൂട്യൂബിന് സംശയം ഉണ്ടായാൽ നിങ്ങളുടെ യൂട്യൂബ് ക്യാൻസലായി പോകും. അതുപോലെ തന്നെയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കാണിക്കാൻ പാടില്ല എന്നൊരു വാദവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി വേറൊരു തരത്തിലേക്ക് മാറുകയാണ്. ഇതിൽ വീഡിയോ ചെയ്യുന്നവർ ജാഗ്രത, ഫേസ്ബുക്കിൽ ഇരുന്ന് ചെയ്യുന്നവരും യൂട്യൂബിൽ ഇരുന്ന് ചെയ്യുന്നവരും അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വിവിധ വിഭാഗം ജനങ്ങൾ ജാഗ്രത. സോഷ്യൽ മീഡിയയിൽ കത്രിക പൂട്ടുകൾ വീണു തുടങ്ങി.